ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറിച്ച് ഒരു തിന്മയും വരാതെ തിന്മയ്ക്കെതിരെ കോട്ട കെട്ടി ദൈവം തന്നെ സംരക്ഷ വലയത്തിലായി ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ ദൈവം നമ്മെ ഈ ദിവസം മുഴുവൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ബലഹീനത നിമിഷം ഉണ്ടാകാം. അല്ലെങ്കിൽ എനിക്ക് മുന്നേറാൻ പറ്റില്ല എന്ന് തോന്നുന്ന അവസ്ഥയുണ്ടാകാം. ചിലപ്പോൾ നമുക്ക് ഭീഷണിയായി പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ നമ്മുടെ മനസ്സ് തളർത്താൻ തിന്മ വഴികൊണ്ട് തരും. അപ്പം എന്നാ ചെയ്യണം? ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കുമ്പോൾ ഏത് പ്രയാസമേറിയ അവസ്ഥയാണെങ്കിലും എൻ്റെ മുന്നിൽ എവർച്ച പോലെ വലിയ ഭയപ്പെടുത്തുന്ന ഭീതിദയമായ ഒരു സാഹചര്യമോ ആണെങ്കിലും തമ്പുരാൻ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ തമ്പുരാനെ മുറുകെ പിടിച്ച് മുന്നേറിയാൽ എനിക്ക് വിജയം സുനിശ്ചിതമാണ്. ഈ ദിവസം അച്ഛൻ പങ്കുവെച്ച ആസാ രാജാവിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം കൂടി പങ്കുവെക്കുക. ആസാ രാജാവ് നല്ല മനുഷ്യനായിരുന്നു, ദൈവത്തെ ആശ്രയിച്ച മനുഷ്യനായിരുന്നു, ജനത്തെയും ദൈവത്തേക്ക് അടുപ്പിച്ച മനുഷ്യനായിരുന്നു. അങ്ങനെ രാജ്യത്ത് സമാധാനം സന്തോഷം മാത്രമുള്ളപ്പോഴാണ് സേറാ രാജാവ് ഈ ആസാ രാജാവിനെ നശിപ്പിക്കാൻ വരിക. പേടിച്ചുപോയി. സേറാ രാജാവിന് 10 ലക്ഷം പടയാളികൾ, ഇവിടെ കുറച്ചേ ഉള്ളൂ. ഇതാണ് പ്രിയമുള്ളവരെ, ഈ ആസാ രാജാവിൻ്റെ മുന്നിൽ ഒരു വഴിയില്ല, തോൽവി ഉറപ്പാ. ആ സമയത്ത് ഒറ്റ കരച്ചിലാണ് ദൈവത്തോട്. അതാണ് പ്രിയമുള്ളത്. നമ്മുടെ ജീവിതത്തിലും പരാജയം സംഭവിക്കുമ്പോൾ, പരാജയം മാത്രമല്ല, നമുക്ക് മുന്നേറാൻ പറ്റത്തില്ല, ഞാൻ ബലഹീനനാണ്, ഞാൻ തകർക്കപ്പെടും എന്ന് ചിന്ത വരുമ്പോൾ നീ നിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരൊറ്റ കരച്ചിൽ. അങ്ങനെ ആസാ രാജാവ് കരഞ്ഞു. ഉടനെ തന്നെ എന്ത് ചെയ്തു? ആ കരച്ചിൽ സ്വർഗത്തിലെത്തി. ഇതാണ് പ്രിയമുള്ളവരെ, ഹൃദയം നിറങ്ങി ആത്മാർത്ഥമായി നാം നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തെ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരമുണ്ട്. അത് അപ്പത്തിന് ഉത്തരം കിട്ടും. ഇങ്ങനെ ആസാ രാജാവും ബാക്കി എല്ലാവരും കൂടി അങ്ങ് കരഞ്ഞു. തങ്ങൾക്ക് പറ്റാത്ത അവസ്ഥ, ഈ ശത്രുവായ സേറാ രാജാവ് വരുന്നു. ആ കരച്ചിൽ സ്വർഗത്തെത്തുമ്പോൾ എന്ത് ചെയ്യും? അപ്പ ഉത്തരാണ്. ദൈവം ഇടപെടുന്നു, യഹോവ ഇടപെടുന്നു, സേറാ രാജാവിനെ തോൽപ്പിക്കുന്നു, ആസാ രാജാവ് ജയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അച്ഛൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസം അല്ല, എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നൽകുന്ന കർത്താവ് കൂടെയുണ്ട്. ഒന്നുണ്ട്, എൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പക്കലേക്ക് ഞാൻ കരയുമ്പോൾ കർത്താവ് ഇടപെടും. എങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ചുകൊണ്ട് എപ്പോഴും വിജയം നേടുന്ന, സമാധാന സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി, ഒരു കുടുംബമായി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് മാറ്റട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ മിശിഹാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.